മതപരിവർത്തനം നിയന്ത്രിക്കുന്നതിനായി രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം സംസ്ഥാനത്ത് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നവംബർ 4 മുതൽ 6 വരെ കോട്ടയിലെ ബീർഷബെ പള്ളിയിൽ നടന്ന ത്രിദിന ആത്മീയ സൻസക് നടന്നത് പ്രദേശത്തുകാരെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നാരോപിച്ചാണ് നടപടി. തീവ്ര ഹിന്ദുത്വ സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തിലെയും ബജ്രംഗ് ദളിലെയും പ്രാദേശിക ഭാരവാഹികൾ നൽകിയ പരാതികളിൽ ന്യൂഡൽഹിയിൽ നിന്നുള്ള ചാണ്ടി വർഗീസ്, കോട്ടയിൽ നിന്നുള്ള അരുൺ ജോൺ എന്നീ 2 പാസ്റ്റർമാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഉത്തരേന്ത്യയിലെ അറിയപ്പെട്ട ക്രൈസ്തവ ആത്മീയ പ്രഭാഷകനാണ് മലയാളിയായ ചാണ്ടി വർഗീസ്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 299 മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തി മൂലമാണ് രാജസ്ഥാൻ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം 2025 സെക്ഷൻ 3, സെക്ഷൻ 5 എന്നിവ പ്രകാരം കൂടിയാണ് 2 മിഷണറിമാർക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹിന്ദു സമുദായത്തെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നും രാജസ്ഥാൻ സർക്കാരിനെ പിശാചിന്റെ രാജ്യമെന്ന് വിശേഷിപ്പിച്ചതായും ബോർഖേഡ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നുണ്ട്. പരിപാടിയിൽ നടത്തിയ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കാണിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീം ക്ലിപ്പുകളും ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ചില യുവാക്കൾ തങ്ങൾ സ്ഥാനമേറ്റതായും യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചതായും വേദിയിൽ നിന്ന് പ്രഖ്യാപിച്ചതായും ക്രിസ്തുമതം സ്വീകരിക്കാൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്തതായും ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയിലുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തവരുടെ മൊഴികൾ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നോട്ടീസുകൾക്ക് 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാനും പോലീസ് തന്നോടും പാസ്റ്റർ വർഗീസിനോടും ആവശ്യപ്പെട്ടതായും പാസ്റ്റർ അരുൺ ജോണും പറഞ്ഞു. ഞങ്ങൾക്ക് ഈ പരിപാടിയെക്കുറിച്ച് മറച്ചുവെക്കാൻ ഒന്നുമില്ല. അതിൻ്റെ വീഡിയോകൾ ഇതിനകം തന്നെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. യോഗത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 9 സംസ്ഥാന നിയമസഭ മതപരിവർത്തന വിരുദ്ധ ബിൽ പാസാക്കിയത്. ഇതിന് പിന്നീട് കഴിഞ്ഞ മാസം 29 ഗവർണർ അംഗീകാരവും നൽകി. പിന്നാലെ വിജ്ഞാപനവും ഇറക്കി. നിയമപ്രകാരം കുറ്റക്കാർക്ക് ജീവപര്യന്തം തടവും 1 കോടി രൂപ വരെ പിഴയുമാണ് ശിക്ഷ നിർദ്ദേശിക്കുന്നത്. സ്വത്തുക്കൾ കണ്ടുകെട്ടൽ, വീടുകൾ പൊളിക്കൽ എന്നിവയുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾക്കും നിർദ്ദേശമുണ്ട്. അതേസമയം ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവർക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട്. തങ്ങളുടെ പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് നിയമം അവതരിപ്പിച്ച് രാജസ്ഥാനിലെ BJP സർക്കാർ പറഞ്ഞത്. നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് ജയ്പൂർ കാത്തലിക് വെൽഫെയർ സൊസൈറ്റി നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു. നിയമം ഭരണഘടനാപരമായി തെറ്റാണെന്നും സുപ്രീം കോടതി വിധിന്യായങ്ങൾക്ക് വിരുദ്ധമാണെന്നും സൊസൈറ്റി ഹർജിയിൽ വാദിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.